രാഷ്ട്രീയത്തിനും മതസാമുദായിക വേർതിരിവിനും അതീതമായി പാലിയേറ്റീവ് സംവിധാനങ്ങളെ പൊതുസമൂഹത്തിനായി ഏകോപിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. ആലുവ അൻവർ മെമ്മോറിയൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ 22ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം കുറെ കൂടി ശക്തിപ്പെടുത്തണം. ഇന്ന് മുഖ്യമന്ത്രി തന്നെ ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയേക്കാം. ഒരു പഞ്ചായത്തിൽ ഒന്നിലധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? പലപ്പോൾ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇവിടെ കനിവ് പാലിയേറ്റീവ് കെയർ തുടങ്ങിയിരുന്നു. അന്ന് ട്രെയിനിങ് ഒക്കെ നമ്മളിവിടെ നടത്തിയത്. അപ്പോൾ അവര് കുറച്ച് കിടപ്പ് രോഗികൾ ഒരാൾക്ക് നോക്കാം, ഒരു സംഘടനയ്ക്ക് നോക്കാം, വേറെ ആളുകൾക്ക് നോക്കാം. അപ്പോൾ എല്ലാവരിലേക്ക് എത്തുക. അവര് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്യുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിൽ മറ്റൊരു സ്വാതന്ത്ര്യം, അവരുടെ പ്രവർത്തന രീതികളൊക്കെ അവർക്ക് തന്നെ ആവിഷ്കരിക്കാം. ഇതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ മുഴുവൻ ആളുകൾക്കും, അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളിലേക്കും ഇതെത്തുക പാലിയേറ്റീവ് കെയർ. ഇതാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി തന്നെ ഒരു യോഗം ചേർന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറിയെ ഇതിനൊരു പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന സന്തോഷകരമായ കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വയോജന കമ്മീഷന് വേണ്ടിയുള്ള ഓർഡിനൻസ് താമസിയാതെ പുറത്തിറങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മൊത്തം ജനസംഖ്യയുടെ 7%-ഓടാണ് 60 വയസ്സിന് മുകളിൽ. കേരളത്തിൽ 17%, 20ലേക്ക് എത്തുന്നവർ 17% ആളുകൾ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. നമ്മൾ ആരും ഇന്ന സ്ഥലത്ത് ജനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ജനിച്ചവരല്ല. ഇപ്പൊ കേരളത്തിൽ ജനിക്കണമെന്ന് ആഗ്രഹിച്ച് ജനിച്ച ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ജനിച്ചപ്പോ കേരളത്തിലായിപ്പോയി. കാരണം ആഗ്രഹിക്കാൻ പറ്റുന്നതല്ല ജനനം, ആഗ്രഹിച്ചാലും ഒഴിവാക്കാൻ കഴിയുന്നതല്ല മരണം. അതിനിടയിലുള്ളതാണ് ജീവിതം. അപ്പോ കേരളത്തിൽ ജനിച്ചാൽ ഒരു 7-8 കൊല്ലം കൂടുതൽ ജീവിക്കാം. മറ്റ് പലയിടങ്ങളിൽ ജനിക്കുന്നതിനേക്കാളും ഒരു 8-9 വയസ്സ് കൂടുതൽ കേരളത്തിൽ ജനിച്ചാൽ കിട്ടും. അത് നമ്മുടെ സംവിധാനത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ അതിന്റെ ഭാഗമായിട്ടുള്ള 2ാം തലമുറ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ BP ഇല്ലാത്തവരുള്ള ഡയബറ്റിക്സ്, ജീവിതശൈലി രോഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ടു വരുന്ന പ്രശ്നങ്ങൾ, ഇതൊരു വശത്ത്. പിന്നെ പ്രായമായവരുടെ പരിപാലനം വേറൊരു വശത്ത്. ഇപ്പോൾ മക്കളെല്ലാം പലയിടങ്ങളിലേക്ക് പോകുന്നു, ജോലിയായിട്ട് പോകുന്നു, അപ്പോൾ ഇവർ ഒറ്റപ്പെട്ടു പോകുന്നു. അസുഖമൊന്നുമില്ലെങ്കിൽ പോലും കുറച്ചാൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കും. ഇതെല്ലാം ഇടപെടുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ ഒരു കമ്മീഷൻ രൂപീകരിക്കണം, വയോജനങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ കരട് ബില്ല് ഞങ്ങൾ ചർച്ച ചെയ്തു, അംഗീകരിച്ചു. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനായിട്ട് ഗവർണറോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമാണ് ഫിസിയോതെറാപ്പി. ഇപ്പൊ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ മിക്കവാറും എല്ലാ പഞ്ചായത്തിലും ഓരോന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ട്, സഹകരണ സംവിധാനങ്ങളുടെ പിൻബലത്തോടെ. കാരണം ഫിസിയോതെറാപ്പി പ്രധാനപ്പെട്ടതാണ്. അതിന് കുറച്ച് ചെലവ് കൂടുന്നു എന്നുള്ളതുകൊണ്ട് ചിലര് ഒരു സ്റ്റോക്ക് വന്നു, കുറച്ചാണെങ്കിൽ പോകും. പിന്നെ പതുക്കെ വരുമാനം പ്രശ്നമായി ചെലവ് കൂടി. അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞാലും നോക്കാം, ഇത് കയറി വരാൻ ഇടയില്ലല്ലോ എന്ന ചിന്തയിലേക്ക് എത്തും. എന്നാൽ നമുക്ക് സൗജന്യമായി സൗകര്യം കിട്ടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും തുടർച്ചയായി ചെയ്യുന്നതിന് സഹായകരമാകും. അതുകൊണ്ട് നമ്മുടെ NSS വോളണ്ടിയർമാർ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ മനസ്സ് നന്നാവുക, ഇതാണ് ഏറ്റവും പ്രധാനം. മതം ഏതെങ്കിലും ആകട്ടെ, ഏത് രാഷ്ട്രീയമാകട്ടെ, ഏതുമാകട്ടെ, മനസ്സ് നന്നായാൽ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ചടങ്ങിൽ ഡോക്ടർ CM ഹൈദരാലി അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടൻ ടിനി ടോം, നഗരസഭാ ചെയർമാൻ MO ജോൺ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, ഡോക്ടർ MN സോമൻ, EA ഷബീർ, അഡ്വക്കേറ്റ് AJ റിയാസ്, രാജീവ് പള്ളുരുത്തി, ജോബി തോമസ്, PA അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിനായി ഡോക്ടർ ടോണി ഫെർണാണ്ടസ് 1 ലക്ഷം രൂപ സംഭാവനയായി നൽകുമെന്നും അറിയിച്ചു. ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ, കഴിഞ്ഞ നവംബർ 1 ഈ കുട്ടികൾക്ക് 1500-1500ഓളം കേസുകൾ നമ്മൾ ജോലിയെടുക്കാറുണ്ട്. പക്ഷേ ഹൈദരാലി സാറൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ
ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായിരിക്കും വരാതിരിക്കുക എന്നുള്ളത്. ഹൈദരാലി സാറിന്റെ ആവശ്യം ടിനി ടോം വരണം. അദ്ദേഹം പലരെയും വിളിച്ചിട്ടുണ്ടാവും. മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ വിളിച്ചിട്ടുള്ള ഒരാളാണ്. അവർക്ക് കോടികൾ കൊടുക്കേണ്ടി വരും. ഞാനാവുമ്പോൾ നാരങ്ങളും പിടിച്ചിട്ട് പോയി കൊടുക്കും. തമാശ പറഞ്ഞാൽ എന്താ, ഇതിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടല്ലേ. അപ്പൊ ഞാൻ രവിയേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു, ഞാൻ പാലിയേറ്റീവിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യവുമില്ല, അതിന്റെ പ്രവർത്തകരാണ് നിങ്ങൾ, എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെ പാലിയേറ്റീവിന്റെ ഒരു ഭാഗമാവുക, ഇങ്ങനെയെങ്കിലും ഒരു ഭാഗമാവുക, എൻ്റെ ശരീരം ഒരു ഭാഗമാവുക എന്ന് വിചാരിച്ചു തന്നെയാണ് വന്നത്. വന്നപ്പോൾ മനോഹരമായ ചിന്നം വൈനാടത്തിന്റെ നാടകം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീ ബാബു പള്ളാശ്ശേരി അതോടെ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ സിനിമയിൽ ആദ്യം ചാൻസ് ചോദിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നാടകമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥിരം അതിഥിയായിരുന്നു ഞാൻ. ഈ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ബ്ലഡ് സെന്ററിന്റെ സ്ഥിരമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ പറയായിരുന്നു, കവിയൂർ പൊന്നമ്മ ചേച്ചി ഞാനുമായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പാലിയേറ്റീവ് കെയറിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിനെ കുറിച്ചോ ഒരു സന്ദേശം തരാൻ യോഗ്യത ഉള്ള ഒരാളല്ല. കാരണം അതിൻ്റെയൊക്കെ ശക്തരായിട്ടുള്ള പ്രവർത്തകരാണ് നിങ്ങളിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്, എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് ജീവിക്കാത്തവരാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ രക്തബന്ധുക്കളാണ്, മനുഷ്യന്മാരുടെ രക്തബന്ധുക്കളാണ്. അപ്പോൾ ഇങ്ങനെയെങ്കിലും ഇവിടെ വന്ന് എത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്തെങ്കിലുമൊക്കെ തിരക്കുകളുണ്ടാവും, പക്ഷേ അത് മാറ്റിവെച്ചിട്ട് ഇവിടെ എത്തണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അതിന് ദൈവം നടത്തി തന്നതിന് വളരെ നന്ദി അർപ്പിക്കുകയാണ്. ഹൈദരാലി സാറിന്റെ അടുത്ത പരിപാടി എന്നാണെന്നൊന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ എന്റെ കുഞ്ഞല്ലേ നീ അച്ഛന്റെ പൊന്നല്ലേ, പൊന്നുമോളല്ലേ നീ എന്റെ തങ്കക്കൂടമല്ലേ, വാരിളം തേനല്ലേ നീ താരിളം പൂവല്ലേ, വാടിയിരുന്നാലോ അച്ഛന്റെ നെഞ്ചിലെത്തിയല്ലേ. അച്ഛന്റെ പൊന്നല്ലേ, പൊന്നുമോളല്ലേ നീ എന്റെ തങ്കക്കൂടമല്ലേ, വാരിളം തേനല്ലേ നീ താരിളം പൂവല്ലേ, വാടിയിരുന്നാലോ അച്ഛന്റെ നെഞ്ചിലെത്തിയല്ലേ.
വേദന സഹിച്ച് അവഗണിക്കപ്പെട്ട് വളരെ നിരാശനായി ഒരു വ്യക്തി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. ആ വ്യക്തിയുടെ മനോവികാരം എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇവിടെ ഡോക്ടർ ഹൈദരാലിയുടെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് സംഘം അല്ലെങ്കിൽ അതുപോലെയുള്ള സംഘങ്ങൾ ആ അവസാന നിമിഷങ്ങളിൽ ആ സ്നേഹം എന്ന മധുര ലേപനം പുരട്ടാൻ തയ്യാറായി നിൽക്കുക. അവിടെയാണ് ഇതിൻ്റെ മഹത്വം കുടികൊള്ളുന്നത്. എല്ലാവരും മരിക്കണം, മരണമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കരുത്. പക്ഷെ മരിക്കാൻ, സന്തോഷത്തോടെ മരണത്തെ ഭരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആ കാലത്ത് അവരെ സ്നേഹിക്കാൻ, സാന്ത്വനിപ്പിക്കാൻ കരങ്ങളുണ്ടാകും. വേണ്ടി നിർദ്ധരായ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് കേരള ആക്ഷൻ ഫോഴ്സിൻ്റെ അവതരിപ്പിച്ചത്. ഇന്ന് മലബാർ കഴിഞ്ഞാൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രശസ്തമായ ഒരു സെൻ്ററായി അത് മാറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെയൊക്കെ പറഞ്ഞു, അതുപോലെ ഞാനൊന്നും പറയുന്നില്ല. ഇതൊരു ആശാ കേന്ദ്രമാണ്. ഈ നിർദ്ധരായ രോഗികൾക്ക് സൗജന്യമായി ആരോഗ്യ ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുക്കുന്ന ഈ സെൻ്ററിന് എല്ലാ സഹായങ്ങളും എല്ലാവരും കൊടുക്കുന്നത് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം മാത്രം പറയാണ്, ഇപ്പോൾ അവർക്കൊരു ഫിസിയോതെറാപ്പി യൂണിറ്റ്, അത് ഞാൻ കുറച്ച് ചെറുതാർക്കൊക്കെ എഴുതിയപ്പോൾ നല്ല ശുചീകരണമല്ല കിട്ടിയത്. ന്യൂസ് ബ്യൂറോ, ആലുവ. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവകലവ, തോട്ടയ്ക്കാട്ടുകര, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്. നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ബ്ലാക്ക് റൈസ്, രക്തശാലി, നവര, ചെന്താടി, പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി, വരക്, പനിവരക്, തിന, മണിച്ചോളം, അട്ടപ്പാടി റാഗി, കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. GI സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര, വെച്ചൂർ പശുവിൻ നെയ്യ്, ബ്രൌൺ ഷുഗർ, ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ്. രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചെരുപ്പുകൾ, വെരിക്കോസ് വെയിൻ, സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും. ക്ലാസ് 1 മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ എള്ളെണ്ണ, നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ, പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ, അച്ചാറുകൾ, കുടംപുളി, വാളൻപുളി, തേയില, കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ്. കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും. കരൾ, വൃക്ക, ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാകും. കങ്കൻ വാട്ടർ, എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ. കങ്കൻ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ്. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്, തോട്ടയ്ക്കാട്ടുകര, ആലുവ.